നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാർച്ച് 6-ാം തീയതി വെള്ളിയാഴ്ച ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാറുകയാണ്. ശനിദോഷത്തിൻ്റെ കാഠിന്യങ്ങൾ കുറയുവാനും ശനി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹത്തിനുമായി ചെയ്യേണ്ട 8 ലളിതമായ വഴിപാടുകൾ അല്ലെങ്കിൽ പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശനി ഭഗവാന് വിശേഷപ്പെട്ട സംഖ്യയാണ് 8. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഈ 8 കാര്യങ്ങൾ നാളെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ശനി ഭഗവാന് വിശേഷപ്പെട്ട ശനിയാഴ്ച ദിവസം ഈ വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ തീർച്ചയായും ശനി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ശനി ഭഗവാന്റെ പിടിയിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും തന്നെ ഭയപ്പെടാറുണ്ട്. എന്നാൽ ശനി ഭഗവാന്റെ പിടിയിൽ നിന്നും നമ്മളെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു പക്വത നമുക്കുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല, എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ മറികടക്കാൻ അല്ലെങ്കിൽ തരണം ചെയ്യുവാനുള്ള ഒരു മനോധൈര്യവും നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങൾ ബാധിച്ചവർ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഏത് ശനിദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പുറത്തു കടക്കുവാൻ സാധിക്കുന്നതാണ്. അതിനായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി ചെയ്യേണ്ട ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ളത് കറുത്ത എള്ളാണ്. ഈ ഒരു പരിഹാരം നിങ്ങളുടെ വീട്ടിലാണ് ചെയ്യേണ്ടത്. നാളെ രാവിലെ ഏകദേശം 7:56 കൂടിയാണ് ശനി രാശി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന് ശേഷം ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നാളെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ്. വീടിനുള്ളിലിരുന്ന് ഈ ഒരു പരിഹാരം ചെയ്യരുത്. വീടിൻ്റെ പോർച്ചിലോ അല്ലെങ്കിൽ മുറ്റത്തോ ടെറസിലോ നിന്ന് ഇത് ചെയ്യാവുന്നതാണ്. ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഇത് ചെയ്യരുത്. പരിഹാരത്തിനായി ഒരു പിടി കറുത്ത എള്ള് നിങ്ങളുടെ ഇടത് ഉള്ളം കയ്യിൽ വെക്കുക. ഇത് ചെയ്യുമ്പോൾ കിഴക്ക് ദിശയിലേക്ക് നോക്കിയാണ് നിൽക്കേണ്ടത്. എള്ള് മുറുകെ പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഇടത് കൈ നിങ്ങളുടെ തലയിൽ 1 മിനിറ്റ് വെക്കുക. പിന്നീട് ശനി ഭഗവാനെ നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ശനി ദോഷങ്ങൾ യാതൊന്നും തന്നെ എന്നെ ബാധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ തലയിൽ ഇടത്തു നിന്നും വലത്തോട്ട് 7 തവണയും വലത്തുനിന്ന് ഇടത്തോട്ട് 7 തവണയും ചുറ്റുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള എള്ള് വീടിന് പുറത്ത് കൊണ്ട് കളയാവുന്നതാണ്. ഒരു കാരണവശാലും ഈ എള്ള് വീടിനകത്തേക്ക് കൊണ്ടുവരരുത്. ഇനി അന്ന് തന്നെ പുറത്തു പോകുവാൻ സാധിക്കാത്തവർക്ക് ഈ എള്ള് പേപ്പറിൽ മടക്കി വീടിന് പുറത്ത് തന്നെ വെക്കുക. പിന്നീട് പുറത്തേക്ക് പോകുമ്പോൾ ഈ എള്ള് എടുത്ത് കൊണ്ടുപോയി കളഞ്ഞാൽ മതിയാകും. നിങ്ങളുടെ വീടിന് പുറത്ത് മരച്ചുവട്ടിലോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഈ എള്ള് ഇട്ടതിന് ശേഷം തിരികെ വന്ന് കുളിക്കേണ്ടതാണ്. നാളെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നവർ എല്ലാവരും നാളെ തന്നെ ഇത് ചെയ്യുക. ഈ ഒരു പരിഹാരം നാളെ ഒരു ദിവസം മാത്രം ചെയ്യുന്നതിനേക്കാളും മാസത്തിൽ 2 ശനിയാഴ്ചയോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലെയും ശനിയാഴ്ച ദിവസങ്ങളിലും ഇത് ചെയ്താൽ ശനി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ പരിഹാരം ക്ഷേത്രത്തിലാണ് ചെയ്യേണ്ടത്. എല്ലാ ശനിയാഴ്ച തോറും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നല്ലെണ്ണ ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ എള്ള് ദീപം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ ശംഖുപുഷ്പം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി മൂന്നാമതായി ശനിയാഴ്ച ദിവസങ്ങളിൽ എള്ള് കലർന്ന ഭക്ഷണമോ അല്ലെങ്കിൽ എള്ളോ സാധുക്കൾക്ക് ദാനമായി നൽകുന്നതും വളരെ നല്ലതാണ്. ഇനി നാലാമതായി എല്ലാ ശനിയാഴ്ചയും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ശനിദോഷം കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. ശനിയാഴ്ചകളിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണ സമർപ്പിക്കുന്നതും വെറ്റില മാലയോ രാമനാമം എഴുതിയ മാലയോ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. എല്ലാ ശനിയാഴ്ച ദിവസവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്നത് ഏതാണോ അത് ചെയ്താൽ തീർച്ചയായും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതാണ്. ഇനി അഞ്ചാമതായി ദിവസവും അല്ലെങ്കിൽ ശനിയാഴ്ച തോറും 108 തവണ ഓം ശനീശ്വരായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് അതിവിശേഷമാണ്. കൂടാതെ കാക്കയ്ക്ക് എള്ള് ചേർത്ത ചോറും കറുത്ത ഉണക്ക മുന്തിരിയും നൽകുന്നതിലൂടെയും ശനിദോഷങ്ങൾ കുറയുന്നതാണ്. ഇനി ആറാമതായി ശാരീരികമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും കറുത്ത വസ്ത്രം ദാനമായി നൽകാവുന്നതാണ്. അല്ലെങ്കിൽ ഭക്ഷണമോ പഠനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തും കൊടുക്കാവുന്നതാണ്. ഇനി ഏഴാമതായി നീതിപൂർവമായ ജീവിതമാണ് നയിക്കേണ്ടത്. അതായത് ശനി ഭഗവാൻ നീതിമാനും ധർമ്മത്തിൻ്റെ പക്ഷത്തുള്ളവനുമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ന്യായത്തോടെ ധർമ്മത്തിൻ്റെ പക്ഷത്താണ് നിൽക്കേണ്ടത്. മാത്രമല്ല മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാതെ ആരോടും ചതി ചെയ്യാതെ സത്യസന്ധമായി ജീവിക്കുന്നവരെ ശനി ഭഗവാൻ അധികം കഷ്ടപ്പെടുത്തില്ല. ഇനി എട്ടാമതായി, നിങ്ങൾ എങ്ങനെയാണോ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഞായറാഴ്ച തോറും രാഹുകാലത്തിൽ, അതായത് ഞായറാഴ്ച വൈകിട്ട് 4:30 മുതൽ 6:30 വരെയുള്ള സമയത്ത് ഭൈരവ വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കറുത്ത പക്ഷത്തിൽ വരുന്ന അഷ്ടമി തിഥിയിൽ കാലഭൈരവനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാലും ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ പറഞ്ഞ 8 പരിഹാരങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് ഏതാണോ അത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഈ പരിഹാരങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതിലൂടെ ശനിദോഷത്തിൻ്റെ ആഘാതങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ മുക്തി നേടുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ ശനി ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതുമാണ്. ഇനി ഹനുമാൻ ഭജനം, മന്ത്രജപം, ഭൈരവ ആരാധന എന്നിവയിലൂടെ ശനിദോഷം മൂലമുണ്ടാകുന്ന നെഗറ്റീവ് ഫലങ്ങളും അതിൻ്റെ ആഘാതവും കുറയുന്നതാണ്. ഈ ശനി മാറ്റത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മീനം, കുംഭം, മേടം, ചിങ്ങം എന്നീ രാശിക്കാർ ഈ പരിഹാരങ്ങൾ പതിവായി ചെയ്താൽ അവർക്ക് ശനി മാറ്റം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ വളരെ എളുപ്പത്തിൽ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. സാക്ഷാൽ ശിവഭഗവാനെ പോലും ശനി പിടികൂടിയതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശനിദോഷങ്ങൾ ബാധിച്ചവർ ശനിദോഷം കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ കാക്കയ്ക്ക് ഭക്ഷണം നൽകുകയും ഉറുമ്പിന് പച്ചരിയും ശർക്കരയും കലർത്തി നൽകുന്നതും ഉത്തമമാണ്. കൂടാതെ ഭിന്നശേഷിക്കാർക്ക് വസ്ത്രദാനം നടത്തുക, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതാണ്. ഇനി ശനിദോഷങ്ങൾ ബാധിച്ചിട്ടുള്ളവർ ശനിദോഷകാലത്ത് വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. മാത്രമല്ല ജോലിയിൽ നിന്ന് പെട്ടെന്ന് രാജിവെക്കരുത്. പണമിടപാടുകളിൽ ജാമ്യം നിൽക്കുവാനും പാടില്ല. പ്രധാനമായും കഠിനാധ്വാനത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ശനി ഭഗവാന്റെ അനുഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഏഴരശനി, അഷ്ടമശനി, കണ്ടകശനി, അർദ്ധാഷ്ടമശനി തുടങ്ങിയ ശനിദോഷങ്ങൾ ബാധിച്ചിട്ടുള്ളവർ ശനി പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ ശനി കാലഘട്ടങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.